ടെക്നോയുടെ ടെക്നോ സ്പാർക്ക് ഗോ 1 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ സ്പാർക്ക് ഗോ 1 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇതിൽ 6.6 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ ഒരു ഫോണിന്റെ വില 8500 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ എന്നുള്ളത് ഓക്കെയാണ്. ഫുൾ HD റെസൊല്യൂഷൻ ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ പഞ്ചോൾ ഡിസൈൻ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പം കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് എങ്കിലും ഇതിൽ വന്നേക്കാം. അപ്പം ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള അത്യാവശ്യം തിരക്കുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ വന്നേക്കാം. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ IP54 റേറ്റിംഗ് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ഫോണിന്റെ ഒരു ബ്ലാക്ക് കളർ വേരിയന്റും അതുപോലെ തന്നെ ഒരു വൈറ്റ് കളർ വേരിയന്റും ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T615 എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം 8400 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് ഇത് അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു പ്രോസസ്സറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. 5G സപ്പോർട്ട് ഒന്നും ഉണ്ടാവില്ല, മാക്സിമം 4G സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. പിന്നെ ഈ ഒരു ഫോണിന്റെ 64GB ഇന്റേണൽ വെർഷനും 128GB ഇന്റേണൽ വെർഷനും വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ഗോ എഡിഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡിന്റെ ഒരു ലൈറ്റ് വെർഷനാണ്. അപ്പം അധികം ഹാങ്ങും കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ് ഈ ഒരു ലൈറ്റ് വെർഷൻ കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 13 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. രണ്ടാമത് ഒരു AI സെൻസറും വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. അപ്പം ഓൺ പേപ്പർ തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വന്നേക്കാം. 5000 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വന്നേക്കാം. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് കുറഞ്ഞതാണെങ്കിലും ഒരു ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ വില $100 പ്രൈസിംഗിലായിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. അതായത് 8400 രൂപ പ്രൈസ് റേഞ്ചിൽ. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് 8000 to 8400 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു 8000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ടെക്നോയുടെ ടെക്നോ സ്പാർക്ക് ഗോ 1 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.